എറണാകുളം കോതമംഗലത്ത് സ്ത്രീയെ തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം കള്ളാട് സ്വദേശി സാറാമയാണ് മരിച്ചത്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഇതെന്താണ് സംഭവം? പാരിഷ, ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. കോതമംഗലം കള്ളാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ, 72 വയസ്സുകാരിയായ സാറാമയാണ് മരിച്ചത്. ഇവരെ കൊല്ലപ്പെട്ട രീതിയിൽ, തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട രീതിയിൽ വീട്ടിൽ കാണുകയായിരുന്നു. ഈ സമയത്ത് സാറാമ വീട്ടിൽ തനിച്ചായിരുന്നു. ജോലി കഴിഞ്ഞ് 3:30-യോടെ വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമയെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. പിന്നീട് മകനും വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പാരിഷ, ശരി. എറണാകുളം കോതമംഗലത്താണ് സ്ത്രീയെ തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോതമംഗലം കള്ളാട് സ്വദേശി സാറാമയാണ് മരിച്ചത്. നിധിൻ, പോലീസ് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? നിധിൻ, കേൾക്കാമെങ്കിൽ പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? കോതമംഗലത്ത് സ്ത്രീയെ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കോതമംഗലം കള്ളാട് സ്വദേശി സാറാമയാണ് മരിച്ചത്. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകാൻ തുടരുന്നുണ്ട്. നിധിൻ, ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ സ്ത്രീയെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഫാരിഷ, സംഭവം നടന്ന വിവരം മകളാണ് ആദ്യം വീട്ടിലെത്തി വിവരം പുറത്തറിയുന്നത്. 3:30-യോടെ ജോലി കഴിഞ്ഞ് മകൾ വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഉടൻ തന്നെ കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ സ്ത്രീയുടെ ഇവർ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് MLA അടക്കമുള്ളവർ, ആന്റണി ജോൺ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന, വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. വീട്ടിൽ മറ്റാരെങ്കിലും ഈ വീട്ടിൽ ഈ സമയത്ത് വീട്ടിലെത്തിയിരുന്നത് എങ്ങനെയാണ്? തലക്കടിയേറ്റ രീതിയിലാണ് ഇപ്പോൾ ഇവരെ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ മകൾ എത്തിയ ശേഷമാണ് വിവരം പുറത്തറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ അന്വേഷണം ഉച്ചയ്ക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ സംശയത്തിലുള്ളവരടക്കം ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. സാറാമ, 72 വയസ്സായ കള്ളാട് സ്വദേശി, കോതമംഗലം കള്ളാട് സ്വദേശിയായ സാറാമ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവരെ മകൾ വീട്ടിലെത്തിയപ്പോൾ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട രീതിയിൽ കാണുകയായിരുന്നു. ഏകദേശം 3:30-ക്ക് ഈ സംഭവം നടന്നു എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പാരിഷ, ശരി. നിധിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.